ഞാൻ 2 വർഷമായിട്ട് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഈ 2 വർഷത്തെ എക്സ്പീരിയൻസും അതോടൊപ്പം എൻ്റെ കൂട്ടുകാരിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനൊക്കെ ചേർത്തുവിട്ട് UK ആണോ അതോ ദുബായ് ആണോ അല്ലെങ്കിൽ നമ്മുടെ UAE ആണോ, UAE എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല, ദുബായ് മറ്റ് എമിറേറ്റുകളായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഏതാണ് ഇതിൽ മെച്ചം, അതായത് എവിടെ നിൽക്കുന്നതാണ് സാമ്പത്തികമായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്കിന്ന് നോക്കാം. ദുബായ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം UAE തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ഒരു നഗരം അല്ലേ. അതുപോലെ തന്നെ UK കാര്യം എടുത്തു കഴിഞ്ഞാൽ ലണ്ടൻ നഗരം, അതും സമ്പത്തിൻ്റെ കാര്യത്തിൽ ലണ്ടനും ഒട്ടും പുറകിലല്ല അല്ലേ. ആദ്യമായിട്ട് നമുക്ക് ദുബായിയുടെ മെറിറ്റ്സും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഡിമെറിറ്റ്സ് ഒക്കെ ഞാനൊന്ന് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരുപാട് മേന്മകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് ടോട്ടലായിട്ട് നിങ്ങൾക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. ദുബായിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ അട്രാക്ട് ചെയ്യപ്പെടുന്ന ഒരു നഗരമായി മാറാൻ ഒരൊറ്റ റീസണേ ദുബായിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ലാർജസ്റ്റ് സേഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ്. അതെ, ഞാൻ തന്നെ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ദുബായ് എത്രയ്ക്ക് സേഫ് ആണെന്ന്. ഇത്രയും ഫ്രീ ആയിട്ടുള്ള ഒരു കൺട്രി ഇത്രയ്ക്ക് സേഫ് ആവണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ഇവിടുത്തെ പോലീസ് ഫോഴ്സിന്റെ കാര്യക്ഷമത. എൻ്റെ ഒരു അനുഭവം പറയാം. ഒരിക്കലും ഞാൻ മെട്രോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ പേഴ്സ് അറിയാതെ മെട്രോയിൽ വീണുപോയി. സാധാരണ ബസ്സിലൊക്കെ നമ്മുടെ പേഴ്സ് കളഞ്ഞ പോലെ എന്താ സംഭവിക്കുക അല്ലേ. ആ പേഴ്സിൻ്റെ കാര്യം ഗോപി. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ നേരെ പോയിട്ട് മെട്രോ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. മെട്രോ സ്റ്റേഷനിൽ ഇവിടെ പോലീസുകളുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ആ പോലീസിനെ വിളിച്ചു പറഞ്ഞു. പോലീസ് അപ്പം തന്നെ പോലീസ് ഗ്രൂപ്പിൻ്റെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇരിക്കുകയാണ്. തൽക്ഷണം എന്നോട് പറയാണ്, മെട്രോൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ പോയിട്ട് നിങ്ങളുടെ പേഴ്സ് കളക്ട് ചെയ്തു. എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അതോടൊപ്പം തന്നെ ഏത് ടൈമിലുള്ള മെട്രോയിലാണ് നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു. ഈ ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞുള്ളൂ. ഉടനടി ഞാൻ പോയി അപ്പം തന്നെ പോയിട്ട് ഞാൻ എൻ്റെ പേഴ്സ് കളക്ട് ചെയ്തു. നമ്മൾ ഏത് നാഷണാലിറ്റി ആണോ അതൊന്നും നോക്കാതെ തന്നെ നമുക്ക് അപ്പം തന്നെ അവരുടെ സർവീസ് കൊടുക്കും. അതോടൊപ്പം തന്നെ ക്രൈം റേറ്റുകൾ വളരെ കുറവാണ് ഇവിടെ. കാരണം എന്ന് വെച്ചാൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇത്രയും എഫിഷ്യൻ്റ് ആയൊരു പോലീസ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനുള്ള ടെക്നോളജി ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ ട്രാക്ക് ചെയ്ത് നമ്മുടെ വീട്ടിൽ വന്ന് പിടികൂടും. ഇത്രയൊക്കെ നല്ല വശങ്ങൾ ദുബായിലുള്ളപ്പം യൂറോപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ക്രൈം റേറ്റ് വളരെ കൂടുതലാണ് അവിടെ. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങൾ വളരെ സമാധാനപ്രിയർ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ അതിനൊന്നും കുറ്റം പറയുന്നില്ല. ഞാൻ അവിടെ ജീവിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന സമയത്ത് എനിക്ക് വളരെ പേടിയായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പോലീസ് പിടിക്കുമോ നമ്മളെ, അപ്പോൾ തന്നെ നമ്മളെ പിടിച്ച് തൂക്കിലേറ്റുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വേറൊരു നാഷണാലിറ്റിയിൽ നിന്ന് വന്നതാണ്. ഒരുപാട് ടോളറൻസ് ഉള്ളവർ തന്നെയാണ് ഇവിടുത്തെ പോലീസുകാരും. നമ്മൾ പിന്നെ അക്രമം കാണിക്കാൻ വേണ്ടിയിട്ടായിട്ട് കാണിക്കുന്നവർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ പിടിച്ച് നമ്മളെ ജയിലിലിടും. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യം ഞാൻ കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇനി അടുത്തത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടുത്തെ ഗവൺമെൻറ് വിലക്കയറ്റം തടയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നടപടികളെടുക്കുന്നതാണ്. വെറും മരുഭൂമിയായിട്ട് കിടന്നിരുന്ന ദുബായ് ഇത്രത്തോളം ഡെവലപ്പ് ആകാനുള്ള കാരണം ഈ ഭരണാധികാരിയുടെ ദീർഘമായിട്ടുള്ള ഒരു വീക്ഷണം തന്നെയാണ്. സാധാരണ ജനങ്ങൾക്ക് വിലക്കയറ്റം തടയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തന്നെ വിവിധ സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ട് വില പരിശോധിക്കാനൊക്കെ ഇടയ്ക്ക് പോകാറുണ്ടെന്ന് വാർത്തകളിൽ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ ഞാൻ കാണാറുണ്ട്. എൻ്റെ വീട്ടിനടുത്ത് ഉള്ള ഒരു ചേട്ടൻ ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും 1 ദിർഹംസിനൊക്കെ കുബൂസ് ഇപ്പോഴും കിട്ടുമോ, ഒരു പാക്കറ്റ് കുബൂസ് എന്നൊക്കെ. അപ്പം പണ്ടും ഇതേ വിലയായിരുന്നു. ഇന്നും 1 ദിർഹംസിന് ചായയും അതുപോലെ 1 ദിർഹംസിന് പാകിസ്ഥാനി റൊട്ടിയും. 15 കൊല്ലം മുമ്പ് 1 ദിർഹംസിന് പാകിസ്ഥാനി റൊട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആ ചപ്പാത്തിക്ക് ഇപ്പോൾ എത്ര വിലയുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി ഇങ്ങനെയല്ല. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിഭീമമായിട്ടുള്ള വിലക്കയറ്റമാണ് അല്ലേ. അപ്പോൾ ഈ വിലക്കയറ്റിന് ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ റഷ്യ യുക്രൈൻ വാറൊക്കെ ഇതിന് ഒരു കാരണമാണെന്ന് പറയാം. എന്നിരുന്നാലും വിലക്കയറ്റം ഒരുപാട് എക്സ്പെൻസ് അവിടെ വരുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത് കൊണ്ട് തന്നെ വിലക്കയറ്റം ഉള്ളതെന്നൊക്കെ പറയാം. നമ്മുടെ ഇന്ത്യ പോലെ അല്ല എന്നൊക്കെ പറയാം. എന്നാൽ ദുബായിൽ 95-99% ഇമ്പോർട്ടഡ് സാധനങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഇവരെങ്ങനെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറ്റുന്നത്? പിന്നെ ദുബായിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വിസ കിട്ടാനുള്ള എളുപ്പമാണ്. നമുക്കറിയാം യൂറോപ്പിലെ ഒരു വിസ അല്ലേ, ഇപ്പം സീനിയർ കെയർ വിസ അല്ലെങ്കിൽ അല്ലാതെയുള്ള വിസകളിലൊക്കെ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ, മിക്കവാറും സ്റ്റുഡൻറ്റ് വിസയാണ് ഏറ്റവും എളുപ്പം കിട്ടാൻ യൂറോപ്പിൽ. ബാക്കിയുള്ള വിസകളൊക്കെ വളരെ പാടാണ്. ഒരു ടൂറിസ്റ്റ് വിസ, ഒരു ഇന്ത്യക്കാരന് ഷെങ്കൻ വിസ കിട്ടാൻ വളരെ പ്രയാസമാണെന്ന് പറയുന്നേക്കാം. പക്ഷേ ഇപ്പം കുറച്ചും കൂടെ എളുപ്പമായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ദുബായിൽ
ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എനിക്ക് ഫോണുകൾ വന്നു, നിങ്ങളുടെ വിസ അപ്രൂവ് ആയിട്ടുണ്ടെന്ന്. കാരണം അത്രയ്ക്ക് ഫാസ്റ്റാണ് ഇവിടുത്തെ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ഇപ്പം ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വിസയും കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഗ്രാജുവേറ്റ് ആണോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണോ, നമുക്ക് വളരെ ഈസി ആയിട്ട് ജോബ് സീക്കർ വിസയിൽ നമുക്ക് ഇവിടെ വരാൻ പറ്റും. അതോടൊപ്പം ജോലി അന്വേഷിച്ചിട്ട് നമുക്ക് ഈ ജോബ് സീക്കർ വിസ നേരെ എംപ്ലോയ്മെൻറ്റ് വിസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആണ്. നമുക്കറിയാം യൂറോപ്പിൽ നമ്മുടെ UK അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം ഇൻകം ടാക്സ് ജർമ്മനിയിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് ഉള്ളത്. നിങ്ങളൊരു ഫാമിലി അല്ലാതെ ഒരു സിംഗിളായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം സാലറി കിട്ടുന്നതിൻ്റെ 40% ടാക്സ് ആയിട്ട് അവിടെ അടക്കണ്ടല്ലേ. അപ്പോൾ ഇത് എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അവിടുത്തെ ജീവിത ചെലവും ജീവിത ചെലവ് ഇവിടെയുണ്ട്, പക്ഷേ സേവിങ്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. മിക്കവാറും അറബ് രാജ്യങ്ങളൊന്നും എനിക്കൊന്നും ഇൻകം ടാക്സ് ഇല്ലയെന്ന്, തീരെ ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എത്രയാണോ പൈസ കിട്ടുന്നത് നമ്മുടെ ചിലവ് കഴിച്ചിട്ട് നമുക്ക് നാട്ടിലേക്കൊരു തുക അയക്കാൻ പറ്റുന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഒരുപാട് വീട്ടിൽ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആയിരിക്കും കുറച്ചും കൂടെ പ്രിഫറബിൾ. കാരണം മിഡിൽ ഈസ്റ്റ് കൺട്രിയിലേക്ക് പോകാൻ എളുപ്പമാണ്. ഒരു ടിക്കറ്റും വിസയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേരാം. നമ്മുടെ ഭാഗ്യവും അതുപോലെ നമ്മുടെ സമയമൊക്കെ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലിയും കിട്ടും. അപ്പോൾ ഇത്രയും വേഗത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു യൂറോപ്യൻ രാജ്യത്ത് നമ്മളെടുത്ത ലോണിൻ്റെ പലിശ അടച്ച് അല്ലെങ്കിൽ നമ്മുടെ ലോണിൻ്റെ അടവ് അടച്ച് കഴിഞ്ഞ് തീരുമ്പോഴേക്കും തന്നെ ഏകദേശം ഒരു 2 വർഷത്തോളം നമ്മൾ എടുക്കും. എല്ലാവരും അങ്ങനെയൊന്നുമല്ല, വീട്ടിൽ അത്യാവശ്യം ചുറ്റുപാടൊക്കെ ഉള്ളവരുണ്ടാവും. ഞാനിപ്പോൾ ദുബായിലെ നല്ല കാര്യങ്ങളും അതുപോലെ യൂറോപ്പിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതായിട്ടൊന്നും വിചാരിക്കേണ്ട. ദുബായ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ മോശാവസ്ഥയും അതോടൊപ്പം തന്നെ യൂറോപ്പിൻ്റെ നല്ല അവസ്ഥകളൊക്കെ ഈ വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഞാൻ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ലോകത്തിലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ലിസ്റ്റിൽ ദുബായും ഇടം നേടിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അത്യാവശ്യം വില ഉണ്ടെങ്കിൽ പോലും നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ ഇയർലി അല്ലെങ്കിൽ 3 മാസത്തേക്കൊക്കെ പാസ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യാം. ആ ട്രാവലിങ്ങിന് നമ്മൾ ബസ്സിലോ ട്രാമിലോ, ഞാനൊക്കെ ഈ പാസ്സാണ് ചെയ്യാറ്. കാരണം ജോലി സ്ഥലത്തേക്ക് ഞാൻ ട്രാവൽ ചെയ്യുക മെട്രോയിലാണ്. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമുക്ക് 1 മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രാൻസ്പോർട്ടിന് നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. ദുബായിൽ കാറിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം ദുബായിൽ എവിടെ പോകണമെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്. ഞാൻ വേറെ എമിറേറ്റിൻ്റെ കാര്യം പിന്നീട് പറയാം. ഇപ്പോൾ ദുബായിലെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. എന്നാൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ UK നല്ല അടിപൊളി പബ്ലിക് ട്രാൻസ്പോർട്ട് കൂട്ടുകാരൊക്കെ പറയുന്നത്. ജർമ്മനിയിലും കുഴപ്പമില്ല. അതുപോലെ സ്വിസ് റെയിൽവേ എന്നൊക്കെ പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള റെയിൽവേ ഒക്കെയാണ്. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു വീഡിയോ കണ്ടിരുന്നു സ്വിസ് റെയിൽവേയിലെ യാത്ര. പക്ഷേ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പൈസ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപയൊക്കെയാണ് വരുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് അഫോർഡബിൾ എന്തായാലും ഇവിടെ തന്നെയാണ്. പിന്നീട് യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകാനും അതുപോലെ ഫാമിലീസായിട്ട് സെറ്റിലൊക്കെ ചെയ്യാനുള്ള മെയിൻ ഒരു റീസണാണ് അവിടെ മെഡിക്കൽ കെയറും അതുപോലെ തന്നെ എഡ്യൂക്കേഷനും ഫ്രീ ആണ്. പക്ഷേ ദുബായിൽ നേരെ തിരിച്ചാണ്. എഡ്യൂക്കേഷൻ നല്ല പൈസയുണ്ട്, എഡ്യൂക്കേഷൻ കാര്യം വിടട്ടെ. എന്നാൽ മെഡിക്കൽ കെയർ ഇവിടെ എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്. അത് മിക്കവാറും നമ്മുടെ കമ്പനി തന്നെ ആയിരിക്കും പേ ചെയ്യുക. യൂറോപ്പിൽ ഇത് ഫ്രീ ആണ്. പക്ഷേ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരിക്കലും ഒരു ഡോക്ടറിനെ കാണാൻ പറ്റില്ല. കാരണം സ്വന്തമായിട്ട് ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ച് നമ്മൾ സുഖം പ്രാപിക്കണം. അല്ലെങ്കിൽ അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള അസുഖം മാത്രമാണെങ്കിലേ അവർ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് തരുള്ളൂ. ഈ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിലോ വളരെ കാലതാമസമുണ്ട്. നേരെ മറിച്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കാർഡും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് കാർഡൊക്കെ ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് ID എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ സ്കാൻ ചെയ്യും. അപ്പം തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. കാരണം ഇൻഷുറൻസ് കമ്പനിയാണല്ലോ ഇതെല്ലാം പേ ചെയ്യുന്നത്. അപ്പം അവർക്ക് ബിസിനസ് കിട്ടാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് പൈസ ലക്ഷങ്ങൾ മറിയാണല്ലോ. അതുകൊണ്ടായിരിക്കും ഇത്രയും ഫാസ്റ്റ്. മെഡിക്കൽ കെയർ വളരെ ഫാസ്റ്റാണ് ഇവിടെ. വലിയ വലിയ സർജറികളും അതുപോലെ തന്നെ വലിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പല ഇൻഷുറൻസും കവറാവില്ല. കമ്പനി അനുസരിച്ചിരിക്കും നമ്മുടെ ഇൻഷുറൻസ്. അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ഇൻഷുറൻസ് ആണെങ്കിൽ മിക്കവാറും എല്ലാം കവറാവും. പക്ഷേ നമ്മുടെ ഡെൻ്റൽ കെയർ ഇവിടെ ഒക്കെ ഇൻഷുറൻസ് കവർ ചെയ്യില്ല. അപ്പം അതിന് ഭീമമായിട്ടുള്ള തുക നമ്മൾ
കൊടുക്കേണ്ടി വരും. ഇനി എല്ലാവരുടെയും ഇഷ്ട സംഭവം അതായത് എന്തായിരിക്കും നമ്മുടെ ഭക്ഷണം അല്ലേ. നമ്മുടെ ഭക്ഷണം എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിലേക്കാണ് കൂടുതൽ വെറൈറ്റികൾ ഇപ്പം ഇവിടെയാണ് ലഭ്യം. കാരണം മിക്ക ഹോട്ടലുകളും മത്സരമാണ് ഇവിടെ. മലയാളി ഫുഡ്, നമ്മുടെ നൊസ്റ്റാൾജിക് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആ നൊസ്റ്റാൾജിക് ഫുഡ് തന്നെ ഇവിടെ ഒരു ബിസിനസ്സായിട്ട് കണ്ട് ഒടുക്കത്തെ വിലയും കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കരാമ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഫുഡും കിട്ടും. പക്ഷേ നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിൽ പോയാലും മിക്കവാറും ഈ കാര്യത്തിൽ നമ്മൾ കുറച്ചൊരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ നമ്മളൊരു സങ്കടം കൊടുക്കേണ്ടി വരും. കാരണം അവിടെ വിവിധ രാജ്യങ്ങളിലെ മൾട്ടി കുസൈൻസും അതുപോലെ തന്നെ യൂറോപ്യൻ സ്റ്റൈൽ ഫുഡൊക്കെ കിട്ടും. പക്ഷേ കേരളത്തിൻ്റെ തനതായ ഫുഡൊക്കെ വേണം. നമ്മൾ ഒരു കഞ്ഞിയും പയറും അല്ലെങ്കിൽ നമുക്കൊരു ചക്കപ്പുഴുക്ക് കഴിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കപ്പയും മീൻകറിയൊക്കെ കിട്ടും. പക്ഷേ ഇതിന് കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞാൽ അവിടെ വളരെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൻ്റെ വില എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. കാരണം വളരെ റെയറായിട്ട് ആയിരിക്കും ഇത്ര ഹോട്ടൽസ് ഉണ്ടാവുക. അതുപോലെ ഇന്ത്യൻ ഫുഡ് വളരെ ഡിമാൻഡുള്ളതായിരിക്കും. നമ്മളൊരിക്കലും ഒരു UK അല്ലെങ്കിൽ ജർമ്മനിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു മലയാളിയിൽ പോലെ പെരുമാറാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ ആ നാടിനെ റെസ്പെക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ പോലെ തന്നെ നമ്മൾ ആവാൻ ശ്രമിക്കും. കാരണം അല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ ഇങ്ങനെ വളരെ വേറിട്ട രീതിയിൽ നോക്കും. പക്ഷേ ഇവിടെ ദുബായിൽ എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ സമയത്ത് മുണ്ടുടുത്ത് മെട്രോയിൽ വരെ യാത്ര ചെയ്യുന്നവരുണ്ട്. കാരണം ഓൾറെഡി മലയാളികളുണ്ട്, ഇവർ മലയാളികളാണ് തന്നെ, കേരളക്കാരാണ് ഇവിടെ കൂടുതൽ ഉള്ളതെന്ന് അറബികൾക്ക് അറിയാം. അതുപോലെ തന്നെ ഇവിടെയുള്ള പല രാജ്യക്കാർക്ക് അറിയാം. അതുകൊണ്ട് ആരും ഒരു മൈൻഡ് ചെയ്യുന്ന രീതിയാണ്, അവരവരുടെ കാര്യം ചെയ്യുന്നു. ഇനി അടുത്ത ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ജോലിയുടെ കാര്യത്തിലാണ്. നമുക്കറിയാം എയർ ടിക്കറ്റ് അല്ലേ, നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് UK നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് എത്രയാണെന്ന് നമുക്കറിയാം അല്ലേ, വളരെ കൂടുതൽ തുകയാണ്. അതുപോലെ തന്നെ നാട്ടിലേക്കുള്ള വരവും വളരെ കുറവായിരിക്കും. എന്നാൽ ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് എത്രത്തോളം ഫ്ലൈറ്റുകളുണ്ടെന്നും അതോടൊപ്പം തന്നെ മിക്കവാറും എല്ലാ ആഘോഷങ്ങളും നാട്ടിലെത്താൻ വേണ്ടി തിടുക്കം കൂട്ടുന്ന മലയാളികളായിരിക്കും മിക്കവാറും ദുബായിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ടിക്കറ്റിൻ്റെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്, അതോടൊപ്പം തന്നെ ദൂരവും കുറവാണ്. അതോടൊപ്പം വേറൊരു ബെനിഫിറ്റ് ഉണ്ട്. മിക്കവാറും കമ്പനീസുകളെല്ലാം തന്നെ ആനുവൽ ലീവ് 30 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസം ഒരു വർഷത്തിൽ ലീവും തരും. അതും പെയ്ഡ് ലീവാണ് കേട്ടോ. അതോടൊപ്പം തന്നെ എയർ ടിക്കറ്റ് ഫ്രീ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ളത്. അത് ചില കമ്പനികൾ എല്ലാ വർഷവും തരും, അല്ലെങ്കിൽ ഒന്നിടവിട്ടുള്ള വർഷങ്ങൾ തരും. ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് ഒരിക്കലും നമ്മളൊരു യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ അവിടെയും ലേബറിലോ ഉണ്ട്. പക്ഷേ ടിക്കറ്റ് അതുപോലെ തന്നെ ആനുവൽ ലീവ് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അങ്ങ് തരുമൊന്നുമില്ല. കാരണം നാട്ടിൽ പോകുന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റും അതുപോലെ തന്നെ ലീവൊക്കെ അൺപെയ്ഡ് ലീവായിരിക്കും. വർഷത്തിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയേറെ പണച്ചെലവുള്ള ഒരു കാര്യമാണ് അല്ലേ. ഒരു ടിക്കറ്റിന് തന്നെ ഏകദേശം 1 ലക്ഷം രൂപയൊക്കെ വേണ്ടി വരും ഒരു സൈഡിലേക്ക്. കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് സ്വർണം വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുബായ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് പ്ലേസ്. സ്വർണം കമ്പാരിറ്റീവ്ലി കുറഞ്ഞ നിരക്കിൽ ഇവിടെ വാങ്ങാം. 20 ഗ്രാമിൽ കൂടുതലൊന്നും സ്വർണം നമുക്ക് നാട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദുബായിൽ എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈഫാണ് ഇവിടെ കൂടുതലും. കാരണം ഏകദേശം സന്ധ്യ ആവുന്നതോടെയാണ് ഇവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വളരെയധികം ആക്റ്റീവ് ആവുക. എന്നാൽ യൂറോപ്പിൽ നേരെ തിരിച്ചാണ്. കാരണം രാത്രി അല്ലെങ്കിൽ സന്ധ്യ ആവുന്നതോടുകൂടി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അടയ്ക്കും. ഞാൻ മെയിൻ സിറ്റികളുടെ കാര്യമല്ല പറയുന്നത്. പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും ഉള്ളിലേക്കൊക്കെ ആയിരിക്കും, ഒരു വില്ലേജിലേക്കോ അല്ലെങ്കിലായിരിക്കും നമ്മൾ താമസിക്കുക. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ 7 മണി 8 മണിയൊക്കെ ആവുന്നതോടുകൂടി തന്നെ നമ്മുടെ കടകളും ഷോപ്പുകളൊക്കെ അടയ്ക്കും. എന്നാൽ ലണ്ടൻ അല്ലെങ്കിലും മാഞ്ചസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ബെർലിൻ പോലുള്ള സ്ഥലങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം അവിടെ പബ്ബുകളും ബാറുകളൊക്കെ രാത്രിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അടിച്ചു പൊളിക്കാൻ വേണ്ടി മാത്രമായിട്ട് പോകുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ചൂടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ചുട്ടുകൊള്ളുന്ന ഇവിടെ എങ്ങനെ ജീവിക്കുന്നല്ലേ. എന്നാൽ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും എയർ കണ്ടീഷനാണ്. ബസ് സ്റ്റോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മാളായിക്കോട്ടെ ബസ്സായിക്കോട്ടെ മെട്രോ ആയിക്കോട്ടെ എല്ലായിടത്തും AC ഉണ്ട്. അതുകൊണ്ട് നോർമലായിട്ടുള്ള ചൂടിൻ്റെ കാഠിന്യം മിക്കവാറും പുറത്തൊക്കെ പണിയെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഓപ്പൺ എയറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആയിരിക്കും കൂടുതൽ ചൂട് കഴിയുന്നത്. പക്ഷെ അതിനും ഒരുപാട് റൂളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റമദാൻ ടൈമിങ്ങിലൊക്കെ വർക്കിംഗ് അവേഴ്സ് കുറച്ചുകൊണ്ടൊക്കെയുള്ള. എന്നാൽ നേരെ മറിച്ച് യൂറോപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു തണുത്ത അവസ്ഥയല്ലേ, എപ്പോഴും തണുപ്പും അതുപോലെ തന്നെ മഴയുള്ള ഒരു കാലാവസ്ഥ എന്ന് പറയുന്നേക്കാം. തണുപ്പും മഴയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ക്ലൈമറ്റ് തന്നെ ആയിരിക്കും അത് തോന്നുക. ഇനി ലിഷർ അല്ലേ, നമ്മുടെ ലിഷർ ടൈം.
നമ്മുടെ ലിഷർ ടൈമിൽ മിക്കവാറും ദുബായിൽ എന്ന് പറഞ്ഞാൽ ബീച്ചുകളാണ് മെയിനായിട്ടുള്ള അട്രാക്ഷൻ. നീറ്റ് ആൻഡ് ടൈഡിയിലാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കടലിൽ കാണുമ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നും. അങ്ങനത്തെ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. ഡെസേർട്ട് സഫാരിയും അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ദുബായ് ഇത്ര മുൻപന്തി നിന്നാലും പേഴ്സണലായിട്ട് എനിക്ക് സ്ഥലം കാണാൻ കൂടുതൽ ഇഷ്ടം യൂറോപ്യൻ കൺട്രീസ് തന്നെയാണ്. കാരണം ഒരുപാട് മാനം മുട്ടുന്ന കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൂടുതൽ. പക്ഷേ എന്തുകൊണ്ടോ എനിക്കിഷ്ടം നമ്മുടെ തനതായ രീതിയിൽ നമ്മുടെ അവിടുത്തെ പ്രകൃതി സൗന്ദര്യവും കൂടി കാത്തു സൂക്ഷിച്ചിട്ടുള്ള നമ്മുടെ നോർമലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അതേപോലെ ഇവിടെയും പരിപാലിക്കുന്നുണ്ട്. നമ്മുടെ റോഡുകളും കാര്യങ്ങളൊക്കെ നല്ല പച്ചപ്പാണ്. കാരണം 24 മണിക്കൂറും വാട്ടറിങ് ഒക്കെ ചെയ്ത് നല്ല രസമുള്ള ഇത് തന്നെയാണ്. പക്ഷേ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ആർട്ടിഫിഷ്യൽ അല്ലേ എന്നുള്ളൊരു തോന്നൽ വരും. അതുപോലെ തന്നെ സിനിമ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ചീപ്പാണ് ഇവിടെ. അതുപോലെ തന്നെ മിക്കവാറും മലയാളം പടങ്ങളൊക്കെ റിലീസ് ഡേറ്റിന് തന്നെ ദുബായിൽ എത്തും. എന്നാൽ ഒരു ലണ്ടനിലോ അല്ലെങ്കിൽ നമ്മൾ വേറെ രാജ്യത്തൊക്കെ മലയാള സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കണ്ടുപിടിച്ച് കാണണമെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം അത് വേറൊരു രാജ്യമാണ്, അവിടെ സംസാരിക്കുന്ന ഭാഷ വേറെയാണ്. അതുപോലെ തന്നെ മലയാളികളും ജനസംഖ്യ അവിടെ കുറവാണ്. സിനിമ കാണുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ മറ്റുള്ള കാര്യങ്ങളിലായിരിക്കും കൂടുതൽ താല്പര്യമാവുക. അപ്പോൾ ആരെങ്കിലുമൊക്കെ ലണ്ടനിലൊക്കെ താമസിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു മലയാള സിനിമ കാണാൻ അവിടെ എത്രയാണ് ടിക്കറ്റിന് ചാർജ്? യൂറോസിലല്ല അവിടെ യു കെ പൗണ്ട്സാണ്. അപ്പം പൗണ്ട്സിൽ എത്രയാണെന്ന് നമുക്ക് ഒന്ന് മെൻഷൻ ചെയ്യാം. ഇനി അടുത്തതായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ അട്രാക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്കൂൾസും അതുപോലെ CBSE ICSE സിലബസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇന്ത്യൻ സ്കൂൾസ് ധാരാളം ഇവിടെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഫീസിൻ്റെ കാര്യം മാറി നിൽക്കട്ടെ, അത് ഞാനിതിൻ്റെ ഡീമെറിറ്റായിട്ട് പിന്നീട് പറയാം. പക്ഷേ ഇന്ത്യൻ സ്കൂൾസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ എഡ്യൂക്കേഷൻ നമുക്കിവിടെ കിട്ടും. വെസ്റ്റേൺ എഡ്യൂക്കേഷനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ തന്നെയാണ്. കാരണം യൂറോപ്പിലും അല്ലെങ്കിൽ വെസ്റ്റേൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ലാതെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. അതായത് മറ്റുള്ള വെസ്റ്റേൺ കൺട്രീസിനെ പോലെ മാറണം, കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ വേണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. എന്നാലും ഒരുപാട് അങ്ങ് ഫ്രീ ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ്റെ വാല്യൂ കുറച്ച് നഷ്ടപ്പെടില്ലേ എന്നുള്ളൊരു അത് വേറെ തന്നെ ടോപ്പിക്കാണ്, നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പിന്നീട് ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ടൊക്കെ സെറ്റിലായിട്ട് താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് യൂറോപ്പിലൊക്കെ. നമുക്കവിടെ വേലക്കാരനോ അല്ലെങ്കിൽ വേലക്കാരിനോ ഒന്നും വെക്കാൻ പറ്റില്ല. അവിടെ മെയ്ഡ് അല്ലെങ്കിൽ അതൊന്നും അലൗഡല്ല. പക്ഷേ ദുബായിൽ മെയ്ഡിനെ വെക്കാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ സഹായത്തിന് ആരെങ്കിലും വിളിക്കാം, കുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ആരെയും വിളിക്കാം. അതായത് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ നോക്കാൻ വേണമെങ്കിൽ ഒരാളെ പടാക്കാം. യൂറോപ്പിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടീൻ്റെ അടുത്ത് എപ്പോഴും വേണം, അല്ലെങ്കിൽ അതൊരു പണിഷബിൾ ഒഫൻസ് ആണെന്ന് ഉള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് മെറിറ്റുകൾ പറഞ്ഞാൽ ഇപ്പോൾ ദുബായ് ഇത്രയും ശ്രേഷ്ഠമാക്കുന്നൊന്നുമില്ല. ഇപ്പോൾ തന്നെ ദുബായിനെ ഡീമെറിറ്റ്സ് ഞാനിപ്പോൾ വരുന്നുണ്ട്. ദുബായിലൊരു വിസ കിട്ടാൻ വളരെ ഈസിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വളരെ ഈസിയാണ്. കാരണം വെച്ചാൽ ഒരു ടൂറിസ്റ്റ് വിസ 2 മാസത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. 1 വർഷം വരെയുള്ള വിസകളൊക്കെ ഇപ്പം അവൈലബിൾ ആണെന്ന് പറയുന്നേക്കാം. പക്ഷേ 2 മാസം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നവരാണ് മിക്കവാറും ഇവിടെ താമസിക്കുന്നവരുടെ പാരൻസൊക്കെ. എന്നാൽ വിദേശത്ത് ഒരു ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാലതാമസമുണ്ട്. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാനും പ്രോസസ്സിങ്ങിന് വളരെ താമസം പിടിക്കും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെട്ടെന്ന് ഫാമിലിയിൽ കൊണ്ടുവരുന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ദുബായ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസ് തന്നെയാണ് ആ കാര്യത്തിൽ വന്നത്. പക്ഷേ ഇവിടുത്തെ ജീവിത ചെലവ് അല്ലെങ്കിൽ ഒരു റൂം കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഒരാളുടെ സാലറി കൊണ്ടൊന്നും നടക്കില്ല. അപ്പോൾ അത് ഞാൻ ഡീമെറിറ്റ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം. ഇതൊരു മുസ്ലിം കൺട്രിയാണ്, എന്നിട്ട് പോലും എല്ലാ റിലീജനും ഈക്വൽ അക്സെപ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രമുണ്ട്, ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, അതുപോലെ തന്നെ സിനഗോഗ് ഉണ്ട്, സിഖ് ഗുരുദ്വാര ഉണ്ട്. പക്ഷേ യൂറോപ്പിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ക്രിസ്ത്യാനിറ്റിയാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ. അതിന് യൂറോപ്പിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സും ദുബായ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൻ്റെ കുറച്ച് ഡീമെറിറ്റ്സുകളും കൂടി ഒന്ന് പറയാം. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദുബായ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുള്ള സംഭവങ്ങളാണ്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഐലൻഡ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള കെട്ടിടങ്ങൾ എല്ലാം ആർട്ടിഫിഷ്യലാണ്.
അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മായാലോകത്തിൽ വന്ന പോലെ ഉണ്ടാവും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ലക്ഷറി കാറും ലക്ഷറി ആയിട്ടുള്ള ലൈഫും അതൊക്കെയാണ് ഇവിടെ, അതായത് ഒരു മായാലോകത്തിൽ അകപ്പെട്ട ഒരു അവസ്ഥ. എന്നാൽ നേരെ തിരിച്ച് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അതായത് ആർക്കും ഒരു തിരക്കില്ല, എല്ലാവരും ഈക്വലായിട്ടുള്ള ഒരു രീതി, അങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മിക്കവാറും നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടീസ് തനത് അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ കൺട്രീസൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് വന്ന ദുബായിൻ്റെ കാര്യം തന്നെ എടുക്കാം. ദുബായിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രായമായുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. കാരണം ഇവിടെ മിക്കവാറും ജോലിക്ക് വേണ്ടിയിട്ട് വന്നവരായിരിക്കും മിക്കവാറും ആൾക്കാർ. അതായത് 70% എക്സ്പാറ്റുകളുടെ നാടാണ് ദുബായ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് കൺട്രീസ് അതനുസരിച്ച് മാറിയിരിക്കുക അതിൻ്റെ ശതമാനം. ദുബായുടെ കാര്യമാണ് പറയുന്നത്. കാരണം ഇവിടെ പണിയെടുക്കുക, നാട്ടിലേക്ക് പൈസ അയക്കുക, അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കി നാട്ടിലേക്ക് പോവാം. ഈ ഒരു മെൻറ്റാലിറ്റിയിൽ വരുന്നവരായിരിക്കും മിക്കവാറും ദുബായിൽ വരുന്നവർ. കാരണം ഇവിടെ ജോലി ഇല്ലെങ്കിൽ വരുമാനമില്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കാനും പറ്റില്ല. ഫ്രീലാൻസ് വിസയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഇമ്പോർട്ട്, അതൊക്കെ പൈസ ഉള്ളവരുടെ കാര്യമാണ്. ഞാൻ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വരുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം അതാണ് മെയിൻ. പക്ഷേ യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് പ്രായമായവരെയും കാണാം, കുട്ടികളെയും കാണാം, അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുകളും സ്റ്റുഡൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് യൂറോപ്പാണ് കൂടുതൽ ഇഷ്ടം. പിന്നീട് ചിലർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം പറയാം. റമദാൻ മാസങ്ങളിൽ ആൽക്കഹോളും സിഗരറ്റും അത് പബ്ലിക് സ്പേസിൽ ദുബായിലും അലൗഡല്ല. ബാക്കിയുള്ള അറബ് രാജ്യങ്ങളൊക്കെ അറിയാം, സൗദി അല്ലെങ്കിൽ കുവൈറ്റ് പോലുള്ള രാജ്യങ്ങൾ ടോട്ടലി ബാൻഡാണ്. പക്ഷേ ദുബായിൽ കൺസിഡറേഷൻ ഉണ്ട്. കാരണം ഒരുപാട് യൂറോപ്യൻസും അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇതൊന്നും ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ദുബായ് ഗവൺമെൻറ്റിന് അറിയാം. എന്നാൽ യൂറോപ്യൻ കൺട്രീസിൽ ആ പേടി വേണ്ട. അവിടെ പബ്ബുകളുണ്ട്, ബാറുകളുണ്ട്, അതുകൊണ്ട് ആൽക്കഹോളും സിഗരറ്റിനൊന്നും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ്, കാരണം ഇവിടുത്തെ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ ഒരു ബിസിനസ് തന്നെയാണെന്ന് പറയാം. കാരണം വളരെ ഭീമമായിട്ടുള്ള ഒരു തുകയാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് ഇവർ വാങ്ങുന്നത്. ദുബായിൽ ശരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാന്ന് വേണ്ടെന്ന് പറഞ്ഞാലും മിക്കവാറും ഒരു ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വരുമ്പോൾ തന്നെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ചെയ്യും. പക്ഷേ ഒരുപാട് പൈസ അപ്പം തന്നെ പോയിട്ട് കടക്കണിയിലാവുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് രൂപേണ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യത്തൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് എത്രയോ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 2 വർഷത്തേക്കൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അത് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കാറുകളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ദുബായ് തന്നെയാണ് കുറച്ചും കൂടി ചീപ്പ്. കാരണം ഇവിടെ ഇമ്പോർട്ടഡ് ഡ്യൂട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ നിസാൻ, ടൊയാറ്റോ അതുപോലുള്ള കാറുകളൊക്കെ വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിലൂടെ കിട്ടും. കാരണം റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാൽ യൂറോപ്യൻ കൺട്രീസിൽ യൂറോപ്യൻ കാറുകൾക്കൊക്കെ കുറച്ചും കൂടെ വില കൂടുതലാണ്. അതുപോലെ തന്നെ ജാപ്പനീസ് കാറൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് പൈസയും ആവും. അപ്പം കാറിൻ്റെ കാര്യത്തിൽ എനിക്കൊന്ന് കുറച്ച് ചീപ്പാണ്. US കഴിഞ്ഞാൽ ദുബായ് ആണ് ആപ്പിൾ പ്രൊഡക്ട്സിന് പൈസ കുറവ്. അതായത് ആപ്പിൾ ഐഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ഡ്യൂട്ടിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വിലയും കുറവാണ്. ഇന്ത്യനെ അപേക്ഷിച്ച് ഇവിടെ പ്രൈസ് കുറവാണ്. യൂറോപ്പിൽ എനിക്കറിയില്ല, ഓരോ രാജ്യം അനുസരിച്ച് അതിന് വ്യത്യാസം പെടാം. ഏതായാലും ഐഫോണിൻ്റെ കാര്യത്തിലും അതുപോലെ കാറുകളുടെ കാര്യത്തിലൊക്കെ ദുബായ് കുറച്ച് വിലക്കുറവാണെന്ന് പറയാം. നമ്മളൊരു വീട് വാങ്ങണം എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ വളരെ ഭീമമായിട്ടുള്ള തുകയാണ്. കാരണം എത്രയോ മില്യൺ ദിറംസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു വീട് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം സാലറി അല്ലെങ്കിൽ പൈസയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ അല്ലാതൊക്കെ ആയിട്ട് നമുക്ക് UK അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്കൊരു വീട് വാങ്ങാൻ പറ്റും. റെൻറ്റ് കൊടുക്കാൻ ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായിട്ടും യൂറോപ്യൻ കൺട്രീസിലായിരിക്കും കുറച്ചും കൂടെ അഫോർഡബിൾ. ഇവിടെ വീട് വാങ്ങാമെന്നെല്ലാം പറഞ്ഞാൽ അത്രയ്ക്ക് അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് എക്സ്പെൻസീവാണ്. മിക്കവാറും ഇവിടെ ഒന്നെങ്കിൽ റൂമുകളൊക്കെ ഷെയറിങ്ങോ അല്ലെങ്കിൽ റെൻറ്റഡ് ഹൗസ് ആയിരിക്കും. പിന്നീട് വേറൊരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ദുബായ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാർജയിലോ റാസൽ ഖൈമയിലോ അല്ലെങ്കിൽ ഫുജേറയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം. റാസൽ ഖൈമയിലൊക്കെ എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഷാർജയിലും അതുപോലെ തന്നെ
അബുദാബിയിലൊക്കെ ബസ് സർവീസ് ഉണ്ട്, മെട്രോ ഇല്ല, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം യാത്രയൊക്കെ ചെയ്യാം. എന്നാൽ യു കെയിലൊക്കെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ബസ് സർവീസ് കുറവായിരിക്കും. എന്നാലും നമുക്കൊരു കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഈസി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാറൊക്കെ ഓടിക്കാം. പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൾച്ചറിൻ്റെ കാര്യമാണ്. യൂറോപ്പിൻ്റേതായിട്ടുള്ള ഒരു തനതായ ശൈലിയുണ്ട് അല്ലേ. എന്നാൽ ദുബായിൽ അങ്ങനെയുള്ള ഒരു മൾട്ടി കൾച്ചറലായിട്ടുള്ള ഒരു എൻവയറമെൻറ്റാണ്. അതുപോലെ തന്നെ അറബിക്ക് കൾച്ചർ എല്ലായിടത്തും കാണാൻ പറ്റും. കാരണം ഫുഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, എപ്പോഴും ഒരു അറബിക് കൾച്ചറായിരിക്കും. അതായത് യൂറോപ്യൻ സ്റ്റൈലിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലും വേറെയാണ്. അപ്പം വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂറോപ്യൻ കൺട്രീസിനാണ് ബെസ്റ്റ്. ദുബായിലും ഒരുപാട് യൂറോപ്യൻസ് താമസിക്കുന്നുണ്ട്. എന്നാലും ഇന്ത്യൻസ് കൾച്ചർ അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടായിരിക്കും ഇവിടെ താമസിക്കുക. പിന്നെ നമ്മൾ നേരിടാൻ പോകുന്ന ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പറമ്പിലൊന്ന് കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ നടക്കില്ല. കാരണം മിക്കവാറും നമ്മളൊരു ബിൽഡിങ്ങിലായിരിക്കും. ആ ബിൽഡിങ് നമ്മുടെ ജോലി സ്ഥലം, പിന്നെ പുറത്തുള്ള കാഴ്ചകൾ. അല്ലാതെ കൃഷി ചെയ്യാനോ ഒന്നാമത് നമുക്ക് സ്ഥലമില്ല. അതോടൊപ്പം തന്നെ അത് ചെയ്യാൻ സമയവും ഉണ്ടാവില്ല. ഇപ്പോൾ ദുബായിൽ സ്ഥലമൊക്കെ വാങ്ങാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റ് വാങ്ങാം, അത്രയും പൈസ ഉള്ളവർക്ക്. എന്നാലും അവിടെ കൃഷി ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ല റാസൽ കൈമയിലോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള കുറച്ചും കൂടെ കൾട്ടിവേബിൾ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ദുബായിലൊന്നും ഒരിക്കലും നമുക്ക് മുറ്റത്തൊരു വാഴ നട്ട് പിടിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കില്ല. എന്നാൽ യൂറോപ്യൻ കൺട്രീസിൽ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, വീട്ടുമുറ്റത്ത് ചെറിയ ചെറിയ ചെടികളൊക്കെ നട്ട് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്ത് നല്ലൊരു ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്നവരുണ്ട്. അപ്പം ആ കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ മിസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ അയൽപ്പക്കക്കാരൊക്കെ കിട്ടണമെന്ന് പറഞ്ഞാൽ വളരെ വിഷമമായിരിക്കും. കാരണം മിക്കവാറും ഒരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഒരു റൂമിലായിരിക്കും നമ്മുടെ ലൈഫ്. അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൾട്ടി കൾച്ചറലായിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും. എന്നാലും നമ്മളെ നാട്ടിലെ പോലെയോ അല്ലെങ്കിൽ വീട്ടിലെ പോലെയൊക്കെ അടുത്തുള്ള വീട്ടുകാരായിട്ട് പരിചയം കൂടാനോ അതിനൊന്നും ആർക്കും സമയമില്ല. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നത് അത്ര സേഫായിട്ട് ആരും കാണുകയും ചെയ്യില്ല. എന്നാൽ യൂറോപ്പിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഫ്രണ്ട്ലിയാണ്. കാരണം പുറത്തു കൂടെ നടന്നു പോകുമ്പോൾ ആളെ കൈയൊക്കെ ഒന്ന് കാണിച്ച് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതും തീർച്ചയായിട്ടും ഒന്ന് അവിടുത്തെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നീട് വേറെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ നമ്മളെന്താണോ നമ്മുടെ ഇവിടുത്തെ നമുക്കറിയാം ഇതൊരു കിങ് റൂളാണ്, അല്ലെങ്കിൽ നമ്മൾ രാജവാഴ്ചയുണ്ട് തന്നെ, എന്താണോ രാജാവ് പറയുന്നത് അതായിരിക്കും അവിടുത്തെ നിയമം. നമ്മൾ പണ്ടത്തെ കാലത്തെ പോലെ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡീമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അപ്പം അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസൊക്കെ മിക്കവാറും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രീസാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതിഷേധിക്കാനൊക്കെ അവകാശമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അതുമൂലം ഒരുപാട് അനാവശ്യമായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളൊക്കെ നടത്തി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ജോലി മാത്രം ചെയ്താൽ പോരല്ലോ, നമുക്കല്പം വെക്കേഷനും കൂടെ വേണം അല്ലേ. അപ്പം വെക്കേഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നതിനേക്കാളും കുറഞ്ഞ ചിലവിൽ വേറൊരു രാജ്യത്ത് പോയി സന്ദർശിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വെക്കേഷനൊക്കെ മിക്കവാറും കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് പോവുക. അതുപോലെ തന്നെ ഷെങ്കൻ വിസയാണ്, അതുകൊണ്ട് തന്നെ ഷെങ്കൻ കൺട്രീസിലെല്ലാം യാത്ര ചെയ്യാം നമ്മുടെ അവധിക്കാലത്ത്. അതുപോലെ തന്നെ പുതിയൊരു ജോബ് നമുക്ക് വേണമെങ്കിൽ തേടുകയും ചെയ്യാം. അതിൻ്റെ ലീഗാലിറ്റീനെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. എന്നാൽ ദുബായ് നിൽക്കുന്നവരും യൂറോപ്പിലേക്കും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ദുബായ് നിന്നാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. എന്നാലും നമ്മളൊരു ഓൾറെഡി ഷെങ്കൻ വിസയിലുള്ള ആൾക്ക് യൂറോപ്യൻ കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിളാണ്. അതുപോലെ തന്നെ ദുബായ് റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്ക് അസർബൈജാൻ അല്ലെങ്കിൽ ജോർജിയ അല്ലെങ്കിൽ അർമേനിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വിസ ഇല്ലാതെ തന്നെ ട്രാവൽ ചെയ്യുക, അതായത് വിസ ഓൺ അറൈവൽ നമുക്ക് കിട്ടും. അപ്പം മിക്കവാറും അവധിക്കാലമൊക്കെ ആഘോഷിക്കാൻ ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ പോവുക ജോർജിയയോ അല്ലെങ്കിൽ അസർബൈജാനോ അർമേനിയ പോലുള്ള രാജ്യങ്ങളാണ്. അത് കുറച്ചും കൂടെ അഫോർഡബിളാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് വിസക്കൊന്നും യാതൊരു തടസ്സമില്ലാത്ത രാജ്യങ്ങളാണ്. പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ജോബ് ഇൻഇക്വാലിറ്റി. അതായത് മിക്കവാറും അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ ലേബേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ
ഒരു മിനിമം വേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പേരുണ്ടെങ്കിലും അത് നിലവിലില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഹൈ സാലറി ആയിട്ടുള്ള ജോബ്സിന് എപ്പോഴും ഹൈ സാലറിയും സാധാരണ ജോലിയുള്ളവർക്ക് എപ്പോഴും ലോ സാലറി എന്നുള്ള രീതി, അത് പണ്ടും അതെ ഇന്നും അതെ. എന്നാൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ദുബായിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് ശമ്പളം തന്നില്ലെങ്കിൽ ആ കമ്പനിക്ക് വരെ ഫൈൻ വരുന്നുള്ള രീതിയിൽ ഇപ്പം വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. ഓരോ കമ്പനി കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നത് ബാങ്ക് വഴി അറിഞ്ഞ് ഒരു മിനിമം സാലറി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ഈ സംഭവം. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ പേടി വേണ്ട. കാരണം അവിടെ ഒരു മിനിമം വേജ് ഉണ്ട്. എന്ത് പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു മിനിമം വേജ് കൊടുക്കണം. മണിക്കൂറിനായിരിക്കും അവിടെ കണക്ക്. ഇവിടെ മണിക്കൂറിനല്ല, നോർമലായിട്ടുള്ള ഒരു മന്ത്ലി സാലറി ആയിരിക്കും. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹവർലി ഇത്ര റേറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ മിനിമം വേജ് കൊടുക്കണം. അതൊരു വലിയൊരു കാര്യമാണ് യൂറോപ്യൻ കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം. സാധാരണ തൊഴിൽ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും യൂറോപ്യൻ കൺട്രീസാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ, കാരണം യൂറോപ്യൻ രാജ്യത്ത് ഒരു സാധാരണ ജോലി, ഫോർ എക്സാമ്പിൾ ഒരു ഗാർഡനിങ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് ജോലിയൊക്കെ ആണ് ഇപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യാല്ലേ. അതിന് തന്നെ അത്യാവശ്യം നല്ല സാലറി കിട്ടുന്നുണ്ട് അവിടെ. അവിടെ അത്രയും സാലറി കിട്ടുമ്പോഴും ആ കറൻസിയുടെ പർച്ചേസിങ് പവർ വ്യത്യാസമുണ്ട്, അതൊക്കെ സമ്മതിക്കുന്നു. എന്നാലും ഇപ്പോഴും മിഡിൽ ഈസ്റ്റ് കൺട്രീസ് നല്ലൊരു ശമ്പളം തരുന്നില്ല എന്ന് തന്നെയാണ് പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പിന്നീട് കുട്ടികളുടെ കാര്യം പറയാം. ഇൻ്റർനെറ്റിൽ വായിച്ചൊരു ലേഖനമാണ്. അതിൽ പറയുന്നത് ദുബായിൽ ജനിച്ച് വളർന്ന കുട്ടികൾക്ക് എവിടെ പോയാലും അഡാപ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആണ് വളർന്നു വരുന്നത്. കാരണം ഇവിടുത്തെ റൂമുകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മുടെ കൺജസ്റ്റഡ് ആയിരിക്കും. കാരണം ദുബായിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റുഡിയോ റൂം കിട്ടണമെങ്കിൽ തന്നെ 70,000 80,000 രൂപയൊക്കെ ആയിരിക്കും ഒരു മാസം കൊടുക്കേണ്ടി വരിക. ദുബായിലെ കാര്യമാണ് പറയുന്നത്. ഷാർജ അല്ലെങ്കിൽ റാസൽ ഖൈമ അലൈനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിലും കുറവിൽ കിട്ടും. അത് 1 BHK അല്ലെങ്കിൽ 2 BHK എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ ഹൈ റേറ്റിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ മിക്കവാറും സ്റ്റുഡിയോ റൂമുകളിലും പാർട്ടീഷൻ റൂമുകളിലൊക്കെ ആയിരിക്കും കുട്ടികളൊക്കെ വളർന്ന് വരിക. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വളരുന്നതുകൊണ്ട് ഏതൊരു എൻവയറമെൻറ്റിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലേക്ക് വന്നതാണ്. എന്നാൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജനിച്ച് വളർന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള പിന്നെയുള്ള ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ജോബ് അവൈലബിലിറ്റിയാണ്. അതായത് അറബ് രാജ്യത്ത് സൗദി അല്ലെങ്കിൽ കുവൈറ്റിൻ്റെ കാര്യമൊക്കെ ഓക്കെ, കാരണം അത് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ആളുകളുടെ പോക്കും കുറവാണ് അല്ലേ. എന്നാൽ ദുബായ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടുള്ള കൺട്രി ഉണ്ട് തന്നെ. മിക്കവാറും ആൾക്കാർ പല രാജ്യത്തുള്ള ആൾക്കാരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എസ്പെഷ്യലി ഫിലിപ്പൈൻസ് പോലുള്ള രാജ്യങ്ങളിൽ. കാരണം കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ വിസിറ്റ് വിസയിലും അല്ലാതെയൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് എന്താ പറയുക, ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയൊക്കെ ചിലപ്പോൾ കാണാം. എന്നാലും കുറച്ച് കഴിയുമ്പോഴൊക്കെ എല്ലാവർക്കും തന്നെ ജോലി കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. എന്നാൽ യൂറോപ്യൻ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കുറവാണ്, കുറച്ചും കൂടെ വർക്ക് ഫോഴ്സ് വേണ്ടുന്ന അവസ്ഥയാണ് മിക്ക രാജ്യങ്ങളിലും. അതികഠിനമായിട്ടുള്ള തണുപ്പൊക്കെ കൊണ്ട് ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു 5% താഴെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. സാലറീൻ്റെ കാര്യത്തിലൊക്കെ പണ്ടത്തെ പോലെ ഇപ്പോൾ അധികം നെഗോഷിയേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേര് വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഒരു കമ്പനി നിശ്ചയിക്കുന്ന സാലറിയിൽ നമ്മൾ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ റീപ്ലേസ് ചെയ്യാൻ ഒരുപാട് പേര് ഉണ്ടെന്ന രീതിയിലുള്ള സ്ഥിതിയിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു ദുബായിലൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുറത്ത് പോയിട്ട് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ UK ഫേമസ് ആയിട്ടുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും യൂറോപ്പ് തന്നെയായിരിക്കും നല്ലത്. കാരണം ദുബായ് അല്ലെങ്കിൽ അറബ് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്ന തീർച്ചയായിട്ടും വളരെ എക്സ്പെൻസീവാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീൻ്റെ ഒക്കെ ഒരു ബ്രാഞ്ചായിട്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ ഒരു സ്ഥാപനമായിട്ടൊക്കെ ആയിരിക്കും ഇവിടെ അതിൻ്റെ ബ്രാഞ്ചായിട്ട് പ്രവർത്തിക്കുക. അപ്പം എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്നു യൂറോപ്യൻ കൺട്രീസ് തന്നെയാണ് കൂടുതൽ നല്ലത്. എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചുള്ള എൻ്റെ ഒരു ചെറിയൊരു കമ്പാരിസനാണ് ഈ വീഡിയോയിൽ കണ്ടത്. അപ്പം നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണോ അതോ യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം? മിഡിൽ ഈസ്റ്റിൻ്റെ എന്തൊക്കെ ഗുണങ്ങളാണ് മിഡിൽ ഈസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇപ്പം യൂറോപ്പിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ഓൾറെഡി ദുബായിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ തന്നെ യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻസ് മാത്രമാണ് പറഞ്ഞത്. ഇതിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മോശം വശങ്ങളുണ്ട്. നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നിടത്തോളം കാലം നമുക്ക് ആ നാട് അല്ലെങ്കിൽ ആ രാജ്യം നമുക്ക് സന്തോഷം നൽകുകയും അതോടൊപ്പം തന്നെ ഡൈവേഴ്സിറ്റിയാണ് നമ്മുടെ ലോകത്തിനെ ഏറ്റവും മനോഹരമാക്കുന്നത്.
വിവിധ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം നിങ്ങളുടെ മനസ്സിലെ കാഴ്ചപ്പാടും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിനെക്കുറിച്ചും ഇഷ്ടപ്പെട്ട രാജ്യത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ അവസ്ഥയും അവിടുത്തെ ഡിമെറിറ്റ്സും മെറിറ്റ്സുകളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഒരുപാട് പേർക്ക് ഇത് വളരെ ഉപകാരം ചെയ്യുന്നതാണ്. ഈ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.